നമസ്കാരം. നീലൂർ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ജീവകാരുണ്യ ദുരന്ത നിവാരണ രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ ടീം റെസ്ക്യൂ ഫോഴ്സ് കേരളയുടെ ഈ വർഷത്തെ എക്സലൻസ് അവാർഡ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും ഈരാറ്റുപേട്ട മാർക്കറ്റ് റോഡിലെ ഹാജി പി കെ അലിയാർ മെമ്മോറിയൽ മുനിസിപ്പൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പാലാ എം.എൽ.എ. മാണി സി കാപ്പൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. രണ്ട് കുട്ടികൾ നമ്മുടെ പറഞ്ഞ CC കോളേജിൽ പഠിക്കുന്നത് അവർ വെള്ളത്തിൽ പോയി അങ്ങനെ പല ആവശ്യങ്ങൾക്ക് നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന നല്ല ഒരു ടീമാണ് ഈരാറ്റുപേട്ടയിലുള്ളത്. എവിടെ ദുരന്തമുണ്ടായാലും ആ ദുരന്ത മുഖത്ത് സേവന സന്നദ്ധരായി ഒന്നും പ്രതീക്ഷിക്കാതെ ഈ നന്മ കൂട്ടങ്ങൾ അവിടെ എത്തിച്ചേരുന്നു എന്നത് വലിയ കാര്യമാണ്. അവരെ പാലായെ വിളിച്ചൊന്ന് ആദരിക്കേണ്ടതായിരുന്നു. ആദരിച്ചില്ല എന്നൊക്കെ വിട്ടുപോകുന്ന എനിക്കുണ്ട്. താമസിയാതെ പരിഹരിച്ചോളാം. ഇവര് ഇന്ന് ഈ കുട്ടികളെ ആദരിക്കാനുള്ള സന്മനസ് കാണിച്ചത് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. വിവിധ ഡിഗ്രി PG കോഴ്സുകളിൽ റാങ്ക് ജേതാക്കളായവർ, കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവർ, ഉന്നത വിജയം കൈവരിച്ച വിദ്യാലയങ്ങൾ എന്നിവരെ ചടങ്ങിൽ പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. പ്രാദേശിക വാർത്താ രംഗത്തെ സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ച് ഈരാറ്റുപേട്ട വാർത്ത, ക്രിട്ടിക്കൽ ടൈം ന്യൂസ് എന്നീ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്കും ചടങ്ങിൽ ആദരവ് സമർപ്പിച്ചു. ടീം റെസ്ക്യൂ പ്രസിഡന്റ് നൌഷാദ് VM അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സജി ജോസഫ് മുഖ്യ അതിഥിയായിരുന്നു. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് VP നാസർ, നഗരസഭാ കൗൺസിലർ അൻവർ അലിയാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് AMA ഖാദർ, ടീം നന്മക്കൂട്ടം പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ, ടീം റെസ്ക്യൂ രക്ഷാധികാരി ഡിജോ, ട്രഷറർ മുഹമ്മദ് യാസർ, മനാഫ് KM എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംഘടനയിലേക്ക് പുതുതായി കടന്നുവന്ന അംഗങ്ങൾക്കുള്ള ഔദ്യോഗിക യൂണിഫോം വിതരണവും ഇതോടൊപ്പം നടന്നു. ടീം റെസ്ക്യൂ ഫോഴ്സ് മുഖ്യ രക്ഷാധികാരി PM അബ്ദുൾ ഖാദർ സ്വാഗതവും സെക്രട്ടറി ആരിഫ് വാഴയിൽ നന്ദിയും രേഖപ്പെടുത്തി.